റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരം വർക്കലയിലെ രേഷ്മയുടെ മരണത്തിലെ അന്വേഷണത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി പോലീസിന്റെ ഒളിച്ചുകളി. ഭർത്താവിന്റെ മർദ്ദനത്തെക്കുറിച്ച് വർക്കല പോലീസിൽ പലതവണ പരാതി നൽകിയിട്ടും പോലീസ് അവഗണിച്ചുവെന്ന് രേഷ്മയുടെ കുടുംബം ആരോപിക്കുന്നു. മർദ്ദന ദൃശ്യങ്ങളടങ്ങിയ ഫോൺ പോലും പരിശോധിച്ചില്ലെന്നും ആത്മഹത്യ ചെയ്തെന്ന എഫ്ഐആർ കളവാണെന്നും കുടുംബം പ്രതികരിച്ചു. രേഷ്മയെ രാജേന്ദ്രൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന സന്ദേശവും റിപ്പോർട്ടറിന് ലഭിച്ചു. നമുക്ക് ആ ദൃശ്യവും പ്രതികരണങ്ങളും ഒന്ന് കണ്ടുവരാം. നിന്നാണ് കള്ളം പറയല്ല, വല്ലവന്റെ എന്നെ ഇവിടെ ഇട്ട് പ്രാന്തടിപ്പിച്ചുകൊണ്ടിരുന്ന നിന്നെ ഞാൻ ഇവിടെ പറയുമ്പോ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞല്ലേ നിന്റെ കല്ലുകൂടി സംശയം, അത് എന്ന് തീരുന്നോ അന്ന് എനിക്ക് മനസ്സമാധാനവും സന്തോഷവും. സംശയം പറയാൻ എന്നും അടിയും വഴക്കുമാണ്. ഞങ്ങളിവിടെ കയറ്റൂല. ഇപ്പോൾ 6-7 വർഷം കൊണ്ട് കയറുമായിരുന്നു. അങ്ങനെ കയറു നിരന്ന് അന്ന് ഞാൻ പറഞ്ഞു, ഇനി നീ കയറു നിരന്നിട്ട് അവൻ്റെ കൂടെ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞു, എത്രയായാലും എൻ്റെ അമ്മ, എൻ്റെ മക്കൾ, അച്ഛനല്ലേ, ഞാൻ ജീവിക്കാം, നല്ലതാവുന്നെങ്കിൽ ഞാൻ ജീവിക്കാൻ. അന്നോട്ടേ അവൻ കൊല്ലും അവൻ്റെ ജീവിതം തകർത്തേ കൊണ്ട് അവൻ കൊല്ലും എന്ന് പറഞ്ഞ് നടക്കും. കഴിഞ്ഞ വർഷവും ഈ കണ്ണമ്പേടയിലെ കുംഭഭരണിക്ക് അവൻ അവിടെ എടുത്തിട്ട് അടിച്ച് എച്ചിലാക്കി. നാട്ടുകാരാണ് കൊണ്ട് ആശുപത്രിയിൽ പോയത് ഓർമ്മ എടുത്തിട്ട്. എന്നിട്ടും അവൻ ഇപ്പം വന്ന് രാത്രി വന്ന് സന്ധ്യയ്ക്ക് എൻ്റെ കൊച്ചിവിടെ ഇരുന്നിപ്പം വിളിച്ചിറക്കുന്നുണ്ട്. ഇവൾ സ്വന്തമായിട്ട് ചെയ്തായാലും അവൻ ചെയ്തായാലും അതിൻ്റെ സത്യം നമുക്കറിയണം, എനിക്കറിയണം. എൻ്റെ എനിക്കറിയണം. എൻ്റെ മോൾ അന്ന് സന്തോഷത്തോടെ അവന് ചോറ് വിട്ട് അവളെ ഇളയ കൊച്ചിനെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ്. അവൾ ജോലിക്ക് പോകാൻ സമ്മതിക്കത്തില്ല, വീട്ടിൽ വന്നാൽ വീട്ടിലിരിക്കാൻ സമ്മതിക്കത്തില്ല. അവ 24 മണിക്കൂർ അവന് സംശയമാണ്. അവൻ്റെ കൂടെ പോയില്ലെങ്കിൽ അവൻ ഈ സംശയമാണ്. നീ എന്തുകൊണ്ട് വരാത്തത്, നീ എന്തുകൊണ്ട് വരാം, അപ്പം നിനക്ക് വേറെ ബന്ധമുണ്ട്. ഇതാണ് അവൻ പറയുന്ന മൊത്തം. അഥവാ അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയോ പറയുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ അല്ലാതെ അവൾ അങ്ങനെ ചെയ്യൂല. അത്രയ്ക്ക് അവൾ മാനസികമായിട്ട് അവൾ ഗതിമുട്ടിയായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് സത്യാവസ്ഥ അറിയണം. ഈ മൊഴി കൊടുത്തതിൽ അവർ അത് തിരുത്തിയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ മൊഴിയൊന്നും അല്ല അവരെഴുതി. അവൾ സ്വയമേ പോയി മരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഭർത്താവിൻ്റെ വീട്ടിൽ പോയി മരിച്ചതെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. എഫ്ഐആർ കൊള്ളാത്തവളാണ് എന്നൊക്കെ പറഞ്ഞ് വഴക്കൂടും. അമ്മ കുറേ അടിക്കുമായിരുന്നു. അന്ന് ദിവസം ഞാൻ എൻ്റെ ഉത്സവം കഴിഞ്ഞ് വന്നപ്പം അവിടെ നമ്മളെ അമ്പലത്തിൻ്റെ ആ സൈഡിൽ വെച്ച് ചെവിൾക്കലിന് അടിച്ചു കൊടുത്ത് അവൻ തന്നെയാണ് അവിടെ നിന്ന് കല്ലെടുത്ത് അവളെ നെഞ്ചിൽ വെച്ച് ഇടിച്ചു കൊടുത്ത്. എന്നിട്ട് അപ്പോൾ അവൾ എന്നെ കൊല്ലുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ വീണ്ടും അവനെടുത്ത് അവൻ്റെ നെറ്റിയിലിടിച്ച് പൊട്ടിച്ച്. അവനാണെങ്കിൽ തന്നെത്താനെ എന്തൊരു വേണമെങ്കിലും അവൻ ചെയ്തോളും. അവൻ അത്രയ്ക്ക് തൻ്റെ ഇടമാണ് അവന്. അവളിങ്ങനെ ചെയ്യുമോ അതെനിക്കറിയാൻ വയ്യ. ഇപ്പോൾ TV പ്രസാദ് നമുക്കിപ്പം ചേരും. TV പ്രസാദ്, വർക്കലയിൽ ഇത് ആദ്യത്തെ തവണയല്ലല്ലോ, പലതവണ ഇത്തരത്തിലുള്ള പരാതി പോലീസിനെതിരെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പോലീസ് ഇത്തരം പരാതിക്കാരോട് വളരെ മോശമായി പെരുമാറുന്നു എന്ന് മാത്രവുമല്ല, വേണ്ടത്ര നടപടികളിലേക്ക് കടക്കുന്നതുമില്ല. ഇതിപ്പോൾ തുടർച്ചയായിട്ട് രണ്ടാമത്തെ ഒരു പരാതിയാണ് നമുക്ക് കിട്ടുന്നത്. ഇതേ വർക്കലയിൽ നിന്ന് തന്നെ. നേരത്തെ ഇന്നലെ നമ്മൾ മറ്റൊരു വാർത്തയും റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്താണ് ഈ സാധാരണക്കാരായ മനുഷ്യരുടെ പരാതിയിൽ പോലീസ് ഇടപെടാത്തതിൻ്റെ കാരണം TV പ്രസാദ്? അരുൺ, ആരും ചോദിക്കാനും പറയാനുമില്ലാത്ത, സാമ്പത്തികമായി ഏറെ താഴ്ന്നു നിൽക്കുന്ന, രാഷ്ട്രീയപരമായോ സാമൂഹികമായോ ഒരു സ്വാധീനവും ഇല്ലാത്തവരുടെ വീട്ടിൽ ദുരൂഹ മരണങ്ങൾ നടന്നാൽ പോലും അതൊന്നും മൈൻഡ് ചെയ്യേണ്ടതില്ല എന്ന നിലപാട് വർക്കല പോലീസിന് ഉണ്ട് എന്ന് തീർച്ചയായും സംശയിക്കുന്ന ഒരു കേസാണ് അരുൺ നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു പെൺകുട്ടി 27 വയസ്സാണ്, രേഷ്മ എന്നാണ് അവളുടെ പേര്. തൻ്റേടിയായ പെൺകുട്ടിയാണെന്ന് സുഹൃത്തുക്കളും വീട്ടിലുള്ളവരും നാട്ടുകാരും എല്ലാവരും പറയുന്നു. നിരന്തരമായി ഈ രാജേന്ദ്രൻ എന്ന് പറയുന്ന മദ്യത്തിന് അടിമയായ ഭർത്താവ് അവളെ മർദ്ദിക്കുന്നു. അവൾ പലതവണ നേരത്തെയും പരാതി കൊടുത്തു, പോലീസ് വിളിച്ചു വരുത്തുന്നു, അവനെ പറഞ്ഞു വിടുന്നു. അങ്ങനെയുള്ള ഒരു കേസിൽ ആ രേഷ്മ ഭർത്താവിൻ്റെ കൂടെ താമസിക്കുന്ന സമയത്ത് രാത്രി മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. ഈ രാജേന്ദ്രനും രാജേന്ദ്രൻ്റെ സഹോദരിയുമാണ് രേഷ്മയെ മരിച്ച നിലയിൽ വർക്കല ആശുപത്രിയിൽ എത്തിക്കുന്നത്. തൂങ്ങിയ നിലയിലായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് പോലീസ് ഈ മൊഴികളൊന്നും മൈൻഡ് ചെയ്യാതെ മനോവിഷമത്താൽ തൂങ്ങി മരിച്ചു എന്ന് പോലീസ് എഴുതി ചേർക്കുകയാണ്. അരുൺ, ഈ രേഷ്മയുടെ ഫോൺ പോലും പരിശോധിച്ചില്ല. ഈ ഫോൺ ഇപ്പോഴും അവരുടെ കയ്യിൽ നിൽക്കുകയാണ്. അതിലെ ഒരു ശബ്ദ സംഭാഷണം മാത്രമാണ് നമ്മൾ എടുത്തത്. അതിൽ 100 കണക്കിന് ശബ്ദ സംഭാഷണമുണ്ട്. അത് കേട്ടാൽ തന്നെ പ്രാഥമികമായി ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ആത്മഹത്യയാണ് എന്ന് എങ്ങനെയാണ് പോലീസ് ഉറപ്പിച്ചത് അരുൺ? ഈ പോലീസ് ഒരിക്കൽ പോലും ഈ വീട്ടിലേക്ക് പോയിട്ടില്ല.
ഇവരോട് ചോദിച്ചിട്ടില്ല. അവിടുത്തെ കൗൺസിലർ ഇടപെട്ടു, നാട്ടുകാരിടപെട്ടു. അതിൻ്റെ മുകളിലേക്ക് പോകാനുള്ള സ്വാധീനമൊന്നും അവർക്കില്ല അരുൺ. അവരുടെ വീടും അവരുടെ ചുറ്റുപാടും കണ്ടാൽ നമുക്കറിയാം. പക്ഷേ 27-കാരിയായ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യില്ല എന്ന് അവരുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരും വീട്ടുകാരും എല്ലാവരും പറയുന്നു. അങ്ങനെയെങ്കിൽ രേഷ്മ എങ്ങനെയാണ് മരിച്ചത്? 1.5 മാസമായി അരുൺ. ഫെബ്രുവരി മാസം 26-ാം തീയതിയാണ് മരിച്ച നിലയിൽ ആശുപത്രിയിൽ എത്തിക്കുന്നത്. അതെങ്ങനെയാണെന്ന് അന്വേഷിക്കാതെ എങ്ങനെയാണ് ഈ പോലീസ് മനോവിഷമത്താൽ തൂങ്ങി മരിച്ചു എന്ന് FIR തയ്യാറാക്കുന്നത്? അതിനുശേഷവും ഈ രേഷ്മയുടെ അമ്മയും സഹോദരിയും കരഞ്ഞുകൊണ്ട് വർക്കല പോലീസ് സ്റ്റേഷനിൽ പോയി. അവരതിനെ മൈൻഡ് ചെയ്യുന്നില്ല, അപമാനിച്ചിറക്കി വിടുകയാണ്. ഇതേ കാര്യം തന്നെയാണ് കൗൺസിലറോട് സംസാരിക്കുമ്പോഴും ഇവരുടെ വീട്ടുകാരോട് ബന്ധപ്പെട്ടവരോട് സംസാരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് അരുൺ. ഗുരുതരമായ ഒരു വീഴ്ച, ഒരു മരണം നടന്നാൽ അതെന്താണെന്ന് കുടുംബത്തെ ബോധ്യപ്പെടുത്താനുള്ള പ്രാഥമികമായ കടമ അത് പോലീസിനുണ്ട്. പോലീസ് അത് ചെയ്തിട്ടില്ല. ഗുരുതരമായ വീഴ്ചയുണ്ട്. നമ്മൾ പലതവണ ഇന്നലെ മുതൽ ഇന്ന് രാവിലെ ഈ സമയം വരെ വിളിക്കുമ്പോഴും നോക്കാം എന്ന മറുപടി മാത്രമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഉറപ്പായും ഇതിൽ ദുരൂഹതയുണ്ട്. ഈ മരണത്തിന് പിന്നിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇനി അത് ആത്മഹത്യയാണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് പോലീസ് അതിൽ വ്യക്തത വരുത്താത്തത് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. പ്രധാനപ്പെട്ട ചോദ്യമാണ്. TV പ്രസാദ് സാധാരണക്കാരായ മനുഷ്യരാണ്. അവരുടെ കയ്യിൽ വലിയ പണം ഉണ്ടാവില്ല. അവർ സാമ്പത്തികമായി താഴെത്തട്ടിൽ നിൽക്കുന്ന മനുഷ്യരായിരിക്കും. പക്ഷേ അവർക്ക് ആത്മാഭിമാനമുണ്ട്. അവരുടെ ജീവിതത്തിലെ അവരുടെ വീട്ടിലെ ഒരു കുടുംബാംഗം ആത്മഹത്യ ചെയ്താൽ അത് ആത്മഹത്യാ പ്രേരണാ കുറ്റം ആരിലെങ്കിലും ചുമത്തേണ്ടതുണ്ടെങ്കിൽ പോലീസ് ഇടപെട്ട് അത് ചെയ്യേണ്ടതാണ്. ആ രേഷ്മയ്ക്ക് നീതി ഉറപ്പാക്കുക എന്നുള്ളത് പോലീസിന്റെ കൂടി ഉത്തരവാദിത്വമാണ്. സാമ്പത്തിക ശേഷി ഇല്ലാത്തവരുടെ വീട്ടിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ അല്ലെങ്കിൽ ഏതെങ്കിലും ദുരൂഹ മരണം സംഭവിച്ചാൽ ആത്മഹത്യയാക്കി മാറ്റാനുള്ളൊരു വ്യഗ്രതയുണ്ടോ വർക്കല പോലീസിന് പരിശോധിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും രേഷ്മയെ രാജേന്ദ്രൻ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV പുറത്തുവിട്ടത്. ഈ ശബ്ദ സംഭാഷണം കേട്ടിട്ടും ഇതൊരു സ്വാഭാവികമായിട്ടുള്ള മരണമാണ് എന്ന നിലയിലേക്ക് എങ്ങനെയാണ് പോലീസിന് എത്തിച്ചേരാൻ കഴിയുക? ഇതിലൊരു ആത്മഹത്യാ പ്രേരണ ഇല്ല എന്ന് പോലീസിന് എങ്ങനെയാണ് നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുക? ഇനി ഇത് ആത്മഹത്യയാണോ എന്ന് പോലീസ് എങ്ങനെ ഉറപ്പിക്കും? ആ സ്ഥലത്ത് പോയി പരിശോധന നടത്താതെ? വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ആവശ്യമാണ്. ആ കുടുംബത്തിന് വലിയ സ്വാധീനശേഷിയില്ല, അവരുടെ കയ്യിൽ പണമില്ല, അവരുടെ കയ്യിൽ മറ്റ് രാഷ്ട്രീയ ബന്ധങ്ങളില്ല. അതുകൊണ്ട് അവരെ പരിഗണിക്കേണ്ട എന്നാണെങ്കിൽ അത് നടക്കില്ല. അത് കൃത്യമായിട്ടും പോലീസ് അന്വേഷിച്ച് മതിയാവൂ. ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കണം. രാജേന്ദ്രൻ കുറ്റക്കാരനാണെങ്കിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം.